എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം. ഹാപ്പി ദീപാവലി ടു ഓൾ ഓഫ് യു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇവിടെ പടക്കം പൊട്ടിക്കുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. അത് ദീപാവലിയുടെ ഭാഗമാണ്. ഓക്കെ. ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, ദീപാവലി ശുഭാശംസകൾ. നമുക്ക് ദീപാവലി ദിവസം തന്നെ ഗീതാ ക്ലാസ് ഒത്തു വന്നതിൽ അതും ഭഗവാന്റെ അനുഗ്രഹം തന്നെ. വളരെ വളരെ സന്തോഷം. നമ്മൾ 10ാം അധ്യായം കഴിഞ്ഞ് 10ാം അധ്യായം എന്തായിരുന്നു? വിഭൂതി യോഗം. വിഭൂതി ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തരുന്നു. അപ്പൊ വിഭൂതി യോഗം കഴിഞ്ഞ് വിശ്വരൂപ ജ്യോതി പകുതി ഫേസ് മിഡിലിൽ വരുന്നില്ല, ഒരു സൈഡിലാണ് കാണാൻ. കുറച്ചുകൂടെ ശരിയായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വിഭൂതി യോഗം ആണ് നമ്മൾ കണ്ടത്. വിഭൂതി യോഗം ഭഗവാൻ വിശദമായിട്ട് ഭഗവാന്റെ മഹാത്മ്യങ്ങള് എവിടെയെല്ലാം കാണാമെന്നും അതിന് അന്തമില്ല, അത് ലിമിറ്റ്ലെസ് ആണ്, അതിന് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, അപ്പൊ സർവ്വതും ഇവിടെ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അർജുനന് എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തതായിട്ട് വിശ്വരൂപ ദർശന യോഗമാണ്. അപ്പൊ നമ്മള് ഭഗവത്ഗീതയില് 1ാമത്തെ അധ്യായം മുതൽ എല്ലാം യോഗം എന്നാണ്. അപ്പൊ യോഗം എന്ന് വെച്ചാൽ പല അർത്ഥമാണ്. അപ്പൊ നമ്മൾ സംസ്കൃതത്തില് ഒരു പദത്തിന് തന്നെ പല 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 ധാരാളം അർത്ഥങ്ങളാണ്. അപ്പൊ അർത്ഥങ്ങൾ നോക്കുമ്പോൾ യോഗം എന്ന് ഈ ഗീത അധ്യായങ്ങളുടെ കൂടെ ചേർക്കുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ആ ടോപ്പിക്കാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ആ എപ്പിസോഡിന്റെ ടോപ്പിക്ക് ഇതാണ് എന്ന് പറയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം യോഗം എന്നുള്ളത് യോഗാഭ്യാസമായിട്ട് എടുക്കാം, യോജിക്കുന്ന എന്തിനേയും യോഗാഭ്യാസത്തിൽ നമ്മൾ അതുമായിട്ട് യോജിക്കുക എന്നുള്ളത്. അങ്ങനെയല്ല ഇവിടെ ഈ യോഗം എന്ന പദത്തിന്റെ അർത്ഥമാക്കുന്നത് എന്താണ്? ആ എപ്പിസോഡ്. ഓക്കെ. അപ്പൊ വിശ്വരൂപ ദർശന എന്ന എപ്പിസോഡ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഭഗവാനെ ഈ വിശ്വമായിട്ട് കാണുന്ന ഈ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചത്തിലെ ഓരോന്നും മുഴുവനിലും എല്ലാത്തിലും ഭഗവാനെ കാണുന്നത് എങ്ങനെ എന്നാണ് വിശ്വരൂപം. അപ്പൊ രൂപം എന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഫോം അല്ലെ, ഒരു കാര്യത്തിന്റെ രൂപം എന്ന് വെച്ചാൽ അതിന്റെ ആകൃതി അല്ലെങ്കിൽ ഫിസിക്കൽ ഫോം, അതാണ് നമ്മൾ രൂപം എന്ന് പറയുന്നത്. അപ്പം ഈ വിശ്വം എന്ന് പറഞ്ഞാലോ ഈ ജഗത്ത്, ഈ യൂണിവേഴ്സ്. അപ്പൊ യൂണിവേഴ്സിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല. നമ്മള് ഈ ഭൂമി നമ്മുടെ പ്ലാനറ്ററി സിസ്റ്റം ആ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഗാലക്സി, ആ ഒരു ഗാലക്സിയിൽ എത്രയോ കോടി നക്ഷത്രങ്ങളും പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും എല്ലാം ചേർന്നാണ്. ആ ഗാലക്സിയുടെ പേര് മിൽക്കി വേ. നമ്മൾ സയൻസ് ആണ് അല്ലെ നമ്മൾ പഠിച്ച മിൽക്കി വേ. അതുപോലത്തെ എത്രയോ ഗാലക്സികൾ, ആകാശ ഗംഗകൾ എന്ന് പറഞ്ഞ ഗാലക്സികൾ നമുക്ക് ഉണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച്, നമ്മുടെ പുരുഷ സൂക്തത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച ശേഷം അത്യത്തിഷ്ഠ ദശാങ്കുലം, പിന്നെയും ഒരു 10 അങ്കുലം, അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞ തത്വം. അതായത് അത്രയും വിസ്തൃതമായ ആ പ്രപഞ്ചത്തിൽ പോലും ഒതുങ്ങുന്നതല്ല, അതിനെയും മറികടന്ന് അതിന് അപ്പുറം ആയിട്ട് ഉള്ളത് എന്താണോ അതാണ് ആ ഈശ്വര ചൈതന്യം എന്നത്. അപ്പം നമ്മള് വിശ്വ ഏക രൂപം ആകാരഃ യസ്യ വിശ്വരൂപ. അപ്പൊ വിശ്വത്തിനെ തന്നെ ഓരോ ഫോമിനെയും അവിടെ കാണുന്ന ഓരോ ആകാരത്തെയും ഈശ്വരനായി കാണാൻ കഴിയുന്ന ആ ദർശനം. അപ്പൊ ഭഗവാൻ തന്നെ ഈ
പ്രപഞ്ചമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു ദർശനം ഉണ്ടാവുക? അതാണ് ഇപ്പം ഇതിൽ പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കാഴ്ച, ആ ഒരു കാഴ്ച, ദർശനം എന്ന് വെച്ചാൽ എന്താ? കാഴ്ച. ആ ഒരു കാഴ്ച എങ്ങനെ സംഭവിക്കാം? അപ്പം നമുക്ക് പൊതുവെ നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പൊതുവെ നമ്മൾക്ക് അറിയാം, എല്ലാവർക്കും അവരവരുടെ ഇഷ്ട ദേവതകളുണ്ടാവും. അപ്പം ഇഷ്ടദേവതകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ആ ഇഷ്ടദേവതകൾക്കനുസരിച്ച് ഇപ്പോൾ ഗണേശനായിരിക്കാം ചിലർക്ക് ഇഷ്ടദേവത, ചിലർക്ക് ദേവിയായിരിക്കാം, ചിലർക്ക് ശ്രീകൃഷ്ണനായിരിക്കാം, ചിലർക്ക് ശ്രീരാമനായിരിക്കാം, ചിലർക്ക് ഹനുമാൻ സ്വാമി ആയിരിക്കാം, മഹാദേവനായിരിക്കാം, അങ്ങനെ നമുക്ക് സുബ്രഹ്മണ്യനായിരിക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ട ദേവതകളും, ചിലർക്ക് ഭൈരവനായിരിക്കാം, ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും. അപ്പം ആ ഇഷ്ട ദേവതാ രൂപത്തിലുള്ള ദർശനം അത് സാധ്യമായവരെയും സാധ്യമാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ കേട്ടോ വായിച്ചോ ഒക്കെ അറിവുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ദർശനത്തിന് ആദ്യമായിട്ട്, അപ്പൊ അങ്ങനെയുള്ളൊരു ദർശനത്തിന്റെ പേരെന്താണ്? അവിടെ ആ പേര് ദേവതാ ദർശനം എന്നാണ്. അപ്പം അതെന്ന് വെച്ചാൽ ആ ഇഷ്ട ദേവതാ ദർശനം. അപ്പം ഒരു ദേവതയെ, എന്താണോ നമുക്കിഷ്ടം, ആ ദേവതയെ കാണാൻ കഴിയുന്നത്, അത് കാണാൻ അഥവാ അനുഭവിക്കാൻ കഴിയുന്നത് അപ്പൊ ദേവതാ ദർശനം എന്നോ ദേവതാ സാക്ഷാത്കാരമെന്നോ പറയും. അപ്പം അതിന് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ചുരുക്കിയിട്ട് പറയാം. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ പുരാണങ്ങളിലൊക്കെ ധാരാളം കഥകളിൽ ഭഗവത് ദർശനം ലഭിക്കുന്ന എപ്പിസോഡ്സോ അങ്ങനത്തെ കഥകൾ നമുക്ക് ധാരാളം നമുക്ക് കേൾക്കാം. അവരപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഈശ്വര ദർശനം സാധാരണ സാധ്യമാവാറുണ്ട് നമ്മുടെ കഥകളിൽ? ഇപ്പോൾ നമുക്ക് ധ്രുവൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ധ്രുവൻ ഒരു കാര്യത്തിനായിട്ട്, നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മളെങ്ങനെ ഗംഗാജിയെ എങ്ങനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, അപ്പം ഈ വക കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാനായിട്ട് അവരെന്താ ചെയ്യുന്നത്? ആ ചെയ്യുന്ന കാര്യത്തിന്റെ പേരാണ് തപസ്. അപ്പം ആ തപസ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ലോകത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ആ വാക്കിനെ കൊണ്ടുവരികയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന പദമാണ് സാധന. സാധന എന്നുള്ളത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അപ്പം സാധന തന്നെയാണ് തപസ്. അപ്പം എന്താണ് ഈ സാധന അഥവാ തപസ്? എന്താണ്? വാട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി? അപ്പം തപസ് നമ്മൾക്ക് എഗെയിൻ അതേ പുരാണ കഥകളിലെ പോലെ നമുക്കറിയാം, ആ ഒരു കാര്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് ആ ഇഷ്ട ദേവതാ പ്രാപ്തിക്കായിട്ട്. ഇപ്പൊ ധ്രുവന്റെ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ധ്രുവൻ, കൊച്ചുകുട്ടിയായ ധ്രുവൻ കഠിനമായിട്ട് ഭഗവാനെ കാണണം, ഭഗവാനോട് ചോദിക്കണം, എന്താണെന്ന് ഈ ഒരു അനീതി, എന്നോട് ഇങ്ങനെ ഒരു അനീതി ഉണ്ടായത്. അപ്പൊ അതിന് ആ കുട്ടിക്ക് ആരാണ്? അപ്പൊ ഇനിയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ആ ഒരു സാധന അഥവാ തപസ്. ആ തപസ് എന്ന് വെച്ചാൽ ഏകാഗ്രമായിട്ട് ഒരു കാര്യം നേടിയെടുക്കാനായിട്ടുള്ള എഫേർട്ട്, അതാണ് ആ തപസ്. എനിത്തിങ്, ഇപ്പൊ നമുക്ക് IAS നേടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അത് തപസ്സാണ്. അത്രേ ഉള്ളൂ, അതാണ്. അപ്പൊ എനിത്തിങ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്, യു കോൺസെൻട്രേറ്റ് യുവർ മൈൻഡ് ഫുള്ളി ഓൺ ഇറ്റ് ആൻഡ് പുട്ട് ഓൾ ദ എഫേർട്സ് ഫോർ ഇറ്റ്. അതാണ് തപസ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ നമ്മൾ ധ്രുവന്റെ ഉദാഹരണത്തിൽ വരുമ്പോൾ, ധ്രുവന് ഭഗവാനെ കണ്ടേ മതിയാവുള്ളൂ. അപ്പൊ അതിന് എന്താണ് വഴി? ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ധ്രുവന് നമ്മുടെ നാരദ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ഇപ്പൊ തപസ്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അങ്ങനെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്താ ചെയ്യാനായിട്ട് ഒരു മന്ത്രം, ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കും. അപ്പൊ ആ മന്ത്രം ഏത് ദേവതയാണോ സാക്ഷാത്കരിക്കേണ്ടത് അതിനനുസരിച്ച് ഈ മന്ത്രം മാറും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, നമുക്ക് ദേവതാ സ്വരൂപങ്ങൾ ധാരാളമുണ്ട്. അപ്പം ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെയാണ് കാണേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത്, അറിയേണ്ടത്. അപ്പം ഭഗവാന്റെ മന്ത്രം, ഏത് മന്ത്രം പറഞ്ഞു കൊടുത്തത് മഹർഷി നാരദർ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രമാണ് ധ്രുവന് പറഞ്ഞു കൊടുത്തത്. അപ്പം എല്ലാവിടെയും അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയുന്നത് ഇഷ്ടദേവത സാക്ഷാത്കാരത്തിന്. അപ്പം ആ മന്ത്രം
ലഭിക്കണം. ഒന്നാമത് അത് ആ ഒരു ഇഷ്ടദേവത പ്രാപ്തി വേണം എന്നുള്ളൊരു ചിന്ത വേണം. അതായത് ഒരു ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യാനുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം. തപസ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇനി അടുത്ത വഴി, ആ വഴി എന്താണെന്നുള്ളത് മന്ത്ര സാധനയാണ്. ഇനി മന്ത്ര സാധന, മന്ത്രം ലഭിക്കണം. മന്ത്രം ലഭിക്കേണ്ടത് അതിൻ്റെതായ റൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം. അപ്പൊ കമ്മിറ്റ്മെന്റ് ഒരിക്കലും അതിന് വിട്ടുപോകാൻ പാടില്ല. അപ്പൊ ആ മന്ത്രം ലഭിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങനെ, ഓക്കെ, എങ്ങനെ ലഭിക്കുക. അപ്പൊ മന്ത്രം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് മന്ത്രം എന്തിനാണ് ലഭിക്കുന്നത്? മന്ത്രം ലഭിക്കുന്നത് അത് ജപിക്കാനാണ്. അപ്പൊ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് മനസ്സാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആ ഇഷ്ടദേവത രൂപം അത് വിഷ്വലൈസ് ചെയ്യണം. ദേവത രൂപം വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മുഴുവനും മെന്റൽ ഫോക്കസ് ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കും. അതിന് ആ ദേവതയുടെ ധ്യാന ശ്ലോകം, അപ്പൊ ആ ധ്യാന ശ്ലോകം പഠിക്കണം. പഠിച്ച് അത് മനസ്സിൽ ആവിഷ്കരിക്കണം. മനസ്സിൽ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന തരത്തിൽ അത് ആ ഡിസ്ക്രിപ്ഷനാണ്. ദേവത എങ്ങനെയാണ് എന്നുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ വിഷ്ണു സഹസ്രനാമത്തിനും നമുക്ക് നാമമായിട്ടും മന്ത്രമായിട്ടും ചൊല്ലാവുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ വിഷ്ണു സഹസ്രനാമം. ആ വിഷ്ണു സഹസ്രനാമത്തിന് അതിന്റെ ഋഷി, ഛന്ദസ്, ദേവത, ധ്യാനം, ഇത് പ്രോപ്പർ ഓർഡറിൽ തന്നെയാണ് വിഷ്ണു സഹസ്രനാമം. അപ്പം മേഘശ്യാമം പീത കൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോ ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവ്വലോകൈകനാഥം. ഇത് ജസ്റ്റ് ഒരു ഭാഗം പറയണം. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്ന ആ രൂപം എന്നത് മനസ്സിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ ആ ദേവതയെ കാണണം, കണ്ട് അറിയണം. എന്നിട്ട് ഇനി എന്താ നമുക്ക് ആ മന്ത്രം പുരസ്ചരണം ചെയ്യണം. അപ്പൊ മന്ത്രം പുരസ്ചരണം ചെയ്താൽ ആണ് ഈ ഇഷ്ടദേവത ദർശനം ലഭിക്കാം. അപ്പൊ ഇനി എന്താണ് പുരസ്ചരണം? പുരസ്ചരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ഏറ്റവും എളുപ്പത്തിൽ പറയാനായിട്ട് ചെറിയൊരു മന്ത്രം എടുക്കാം. പഞ്ചാക്ഷരി മന്ത്രം. അപ്പൊ നമ ശിവായ. പഞ്ചാക്ഷരി എന്ന് പറയുന്നത് എന്താ? 5 അക്ഷരം ചേർന്നതാണ് പഞ്ചാക്ഷരി. അപ്പൊ 5 അക്ഷരം ചേർന്ന പഞ്ചാക്ഷരി പുരസ്ചരണം ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര അക്ഷരമാണോ അതിന്റെ ലക്ഷം, അതിന് അക്ഷര ലക്ഷം. അപ്പൊ പഞ്ചാക്ഷരി പോലെ ഒരു മന്ത്രം പുരസ്ചരണം ചെയ്യാൻ 5 ലക്ഷമോ 5 കോടിയോ പ്രാവശ്യം. ഓക്കെ, അതാണ് പുരസ്ചരണം. പുരസ്ചരണത്തിന് അതിന് വിധികളുണ്ട്. അപ്പൊ നമ്മളുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം ആ മന്ത്രം 5 ലക്ഷം മിനിമം ആണ്. 5 ലക്ഷം അല്ലെങ്കിൽ 5 കോടിയോ ജപിക്കണം. ഓരോ ഈ പുരസ്ചരണത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെന്താ വേണ്ടെന്ന സീക്വൻസ് പറഞ്ഞു. അതായത് ധ്യാന ശ്ലോകം, ഇപ്പൊ ഋഷിചന്ദസ് ദേവത ധ്യാന ശ്ലോകം, മന്ത്രജപം, അങ്ങനെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ദ്വാദശാക്ഷര മന്ത്രമാണെന്നുണ്ടെങ്കിൽ അത്ര അക്ഷര ലക്ഷം, 12 അക്ഷര ലക്ഷം അല്ലെങ്കിൽ അക്ഷര കോടി, അത്രയും പ്രാവശ്യം ജപിച്ച്. ഇപ്പൊ ഗായത്രി ആണെന്നുണ്ടെങ്കിൽ ഗായത്രിക്ക് നമുക്കറിയാം 24 അക്ഷരം. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗായത്രിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം 24 അക്ഷരങ്ങളാണ്. അപ്പൊ 24 അക്ഷര ലക്ഷം അല്ലെങ്കിൽ 24 കോടി പ്രാവശ്യം ജപിച്ച് ആ പുരസ്ചരണം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പോലെ ചെയ്താൽ ഈശ്വര ദർശനം ലഭിക്കും എന്നാണ്. ഇത് നമുക്ക് തോന്നും അവർക്കൊരു ഇതൊക്കെ സാധിക്കുമോ, നടക്കുമോ? ഇതൊക്കെ നടന്നിട്ടുള്ള ധാരാളം സാധകരുണ്ട്. ധാരാളം സാധകരുണ്ട്. അത് അവരുടെ ഒരു ഹലൂസിനേഷനോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ തന്നെ അത് ആ ഭഗവത് ചൈതന്യം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണ്. നമുക്ക് തന്നെ പലരെയും അറിയാം അങ്ങനെ ഇഷ്ടദേവതാ സാക്ഷാത്കാരം നേടിയവരും ഭഗവാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെയും ആയിട്ട് ധാരാളം നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഭഗവാനോട് ചോദിച്ചിട്ട് പറയാമെന്നും അതിന് ഉത്തരങ്ങൾ കിട്ടുന്നതുമായിട്ടുള്ള ധാരാളം കേസുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ കാണുന്ന ആ ദർശനത്തിന് അത് നാമരൂപ ഈശ്വര ദർശനമാണ്. അപ്പൊ നമുക്കൊരു നാമമുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണനാണെങ്കിൽ നാമമുണ്ട്. അപ്പൊ ആ രൂപം നമ്മൾ പറഞ്ഞു. മഹാവിഷ്ണു ആണെങ്കിൽ നാമമുണ്ട്, രൂപമുണ്ട്.
അത് വിഷ്വലൈസ് ചെയ്ത് നാമം മന്ത്രം പുരസ്ചരണം ചെയ്ത് വിധിയാമണ്ണം ചെയ്തിട്ട് ആ ദർശനം കിട്ടുന്നത്. അപ്പം ഇത് നാമരൂപ ദർശനമാണ്. അപ്പം നമുക്ക് നമ്മളെന്താ തുടങ്ങിയത്, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഈശ്വര ദർശനം സാധ്യമാകുന്നത് എങ്ങനെ, അതാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും തന്നെ ആ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരമായിട്ട് ദർശനം കിട്ടുന്നത്, അതാണ് വിശ്വരൂപ ദർശനം. അപ്പോ എന്തുണ്ട്, നമ്മളിപ്പോ ധ്യാനത്തിലൂടെ എന്താ ചെയ്തത്, ആ മേഘശ്യാമം പീതകൗശേവാസം എന്ന് അങ്ങനെ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ആ ഭഗവത് സ്വരൂപത്തെ നമ്മളിലേക്ക് ഇൻവോക്ക് ചെയ്യണം, നമ്മൾ അഥവാ നമ്മളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ ഏകരൂപ ഈശ്വര ദർശനത്തിൽ. പക്ഷെ ഇപ്പം നമ്മൾ വിശ്വരൂപം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരനായിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. ബിക്കോസ് അത്തരത്തിൽ നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഭഗവാനിൽ നിന്നാണ് ഇവിടെ എല്ലാം ഉണ്ടായിരിക്കുന്നത് തന്നെ. ഓക്കെ, നമ്മൾ ഈ ഭഗവാനിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പം ഭഗവാനെ അവിടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ബിക്കോസ് ആ സോഴ്സിൽ നിന്നാണ്, ആ സോഴ്സാണ് ഇവിടെ മുഴുവനും എല്ലാമായിട്ട് പ്രതിഫലിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാമായിട്ട് നമ്മൾ ആകാശാത് വായുരഗ്നി അഗ്നിർ ആപഹ എന്ന് പറഞ്ഞ് ഈ ക്രിയേഷൻ, അത് നമ്മൾ പഠിച്ചു, ഈ ക്രിയേഷൻ എങ്ങനെയാണ്, ഇവിടെ ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ. അപ്പൊ ഭഗവാനാണ് ഇവിടെ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിന് ഭഗവാനാണ് പിന്നീട് എല്ലാമായി തീരുന്നത്. അപ്പം ഭഗവാനെ അപ്പൊ അങ്ങനെ ഇപ്പൊ ഭഗവാനെ നമ്മളിപ്പോ ഒരു ഇൻവിറ്റേഷന്റെ ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ വിശ്വരൂപ ദർശനം സാധ്യമാകുക എന്ന് വെച്ചാൽ അതിന് ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് അതിന് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. ആ ട്രെയിൻ ചെയ്യുന്നത് എല്ലാത്തിലും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും ഈശ്വരനെ, ഭഗവാനെ കാണാനായിട്ട് നമ്മൾ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവുന്ന കാര്യമാണ് വിശ്വരൂപ ദർശനം. അതിന് ദീക്ഷയുടെ ആവശ്യമില്ല, മന്ത്രത്തിന്റെ ആവശ്യമില്ല, പുരസ്ചരണത്തിന്റെ ആവശ്യമില്ല, ധ്യാനത്തിന്റെയും ആവശ്യമില്ല. അപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ ഭഗവാന്റെ മാനിഫെസ്റ്റേഷനായിട്ട്, വിഭൂതിയായിട്ട് കാണാൻ, അപ്പം ആ ഒരു ട്രെയിനിങ്, അതൊരു കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ്. ആ പരിശീലനം അത് നമ്മളായിട്ട് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണ് ചെയ്യുക, ഈ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നുമായിട്ട് പ്രതിഫലിക്കുന്നത്. എന്തെല്ലാം ഉണ്ടോ ഇവിടുത്തെ നമ്മൾ പഠിച്ചു, ഇവിടുത്തെ മെറ്റീരിയൽ കോസും ഭഗവാനാണ്, അതിന്റെ ഇന്റലക്ച്വൽ കോസും എല്ലാത്തിൻ്റെയും ഭഗവാൻ തന്നെയാണ്. അപ്പം ഇവിടെ കാണുന്ന ഓരോന്നും ഭഗവാന്റെ തന്നെ ഡിഫറെന്റ് വേർഷനാണ്. നമ്മൾ എപ്പോഴും എടുക്കുന്ന ഉദാഹരണം തന്നെ അതിന് എടുക്കാം. ഓരോ ആഭരണങ്ങളും സ്വർണത്തിന്റെ തന്നെ ഡിഫറെന്റ് വേർഷനാണ്, അത്രയേ ഉള്ളൂ അല്ലെ. ആഭരണങ്ങൾക്ക് പേരും രൂപവും അതിന്റെ വെയിറ്റും എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഇസ് സ്വർണം. അതുപോലെ എല്ലാം ഇവിടെ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഡിഫറെന്റ് വേർഷൻ, ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻ, നാമരൂപങ്ങളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഒന്നാമത്തത് അറിവ്. ആ അറിവ് നമ്മൾ എപ്പോഴും മനസ്സിൽ ആക്കണം, മനസ്സിന്റെ ഉള്ളിൽ അത് ആക്കണം. അറിവ് എന്നുള്ളത് ഒരു കാര്യം. ഇപ്പോ ട്രാഫിക് ലൈറ്റിൽ ചുവപ്പ് കണ്ടാൽ നിർത്തണം എന്നത് അറിവാണ്. അത് അറിഞ്ഞ് അത് പ്രവൃത്തിയിൽ അത് കൊണ്ടുവരണം അല്ലെ. അല്ലെങ്കിൽ ചുവപ്പ് കണ്ടാൽ പോയി കഴിഞ്ഞാൽ അറിവ് കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ ആ അറിവ് മനസ്സിൽ ആക്കി, ടു അസിമുലേറ്റ് ദാറ്റ് നോളജ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബി അവെയർ ഓഫ് ദ നോളജ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ദെൻ അസിമുലേറ്റ് ദാറ്റ് നോളജ്. അപ്പൊ ഇവിടെ കാണുന്നത് എല്ലാം തന്നെ ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ആ നാമരൂപങ്ങളിലുള്ള വ്യത്യാസം മാത്രമാണ് എന്നുള്ളത്. അങ്ങനെ കാണാൻ കഴിയണമെങ്കിൽ, അങ്ങനെ അതാണല്ലോ ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ്, ആ വീക്ഷണം, ആ കാഴ്ച, അങ്ങനെ കാണാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഈ രണ്ട് കണ്ണ് പോരാ. അതിന് വേണ്ടത് ദിവ്യമായിട്ടുള്ള, വളരെ ഡിവൈൻ ആയിട്ടുള്ള കണ്ണുകൾ വേണം. അതിന്റെ പേരാണ് ദിവ്യമായ ചക്ഷു വേണം.
ഇതൊക്കെ എന്താ ഈ വാക്കുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അധ്യായത്തിലെ മുഴുവനും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം ആ ദിവ്യമായ ചക്ഷു എന്ന് വെച്ചാൽ കണ്ണ്. അപ്പൊ ദിവ്യമായിട്ടുള്ള ഒരു ചക്ഷു അതിനാവശ്യമാണ്. അതിനാണ് ജ്ഞാന ചക്ഷുസ് എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ കണ്ണുകളാണ്. ജ്ഞാന ദൃഷ്ടിയാ നോക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് പെന്ന്, ഇത് പെൻസില്, ഇത് ലാപ്ടോപ്പ്, ഇത് മൊബൈല്, ഇതൊരു ഡ്രസ്സ്, ഇതൊരു വ്യക്തി എന്ന് മാത്രമേ, അതൊരു മരം, ഇതൊരു ചെടി, ഇതൊരു പുഴു എന്ന് മാത്രമേ. പക്ഷെ ഇതെല്ലാം ഈശ്വരന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഡിഫറെന്റ് ഫോംസ് ആൻഡ് നെയിംസ് തന്നെയാണ് എന്ന് അറിയണം എന്ന് ഉണ്ടെങ്കിൽ അതിന് ദിവ്യമായ ചക്ഷു, അത് ജ്ഞാന ചക്ഷുസ്, ജ്ഞാന ദൃഷ്ടി വേണം. ആ ജ്ഞാന ദൃഷ്ടി കണ്ണ് തന്നെ വേണം. അപ്പം ഭഗവാനാണ് എല്ലാമായിട്ട് ഇവിടെ പരിണമിക്കുന്നത്, കാണപ്പെടുന്നത് എന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇതാണ് പറയുന്നത്. ഇതിന് തുടക്കം എന്നുള്ളത് 7ാമത്തെ അധ്യായം മുതൽ 7, 9, 10 ഇതിലെല്ലാം അത് തന്നെയാണ്. ഇതിനുള്ള പ്രിപ്പറേറ്ററി ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് വളരെ റിയൽ ലൈഫായിട്ട് ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ദീപാവലിയാണ് അല്ലേ. ദീപാവലി സമയത്ത് ആരെങ്കിലും ലഡു കൊണ്ടു തന്നു. ഓക്കെ, ലഡു കൊണ്ടു തന്നു. അപ്പം നമ്മൾ വീട്ടിൽ ഒരു പാക്കറ്റിൽ ലഡു കൊണ്ടു തന്നു. അപ്പം നമുക്കറിയാം, ഓക്കെ ദീപാവലിയാണ്, സ്വീറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ കൊണ്ട് തന്ന് അപ്പം നമ്മളത് വാങ്ങി ഒരു ഭാഗത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ പറയുക, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നത് ഇത് തിരുപ്പതിയിലെ ലഡു ആണ് എന്ന് പറഞ്ഞു. അപ്പം ആ ലഡുവില് ഒരു മാറ്റവും ഇല്ല, പാക്കറ്റിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ അവിടെ അറിവ് അപ്പം ആ ഒരു അത് തിരുപ്പതിയിൽ നിന്ന് തിരുപ്പതി അമ്പലത്തിലെ ലഡു ആണ് എന്ന് പറയുന്ന മാത്രയില് അതിനോടുള്ള സമീപനം മാറി. അപ്പൊ എന്തായി, അപ്പം ലഡു ഇഷ്ടമില്ലാത്ത കുട്ടികളോ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പോലും എന്ത് പറയും, അല്ലെങ്കിൽ ആ ലഡുവിനെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം തന്നെ അല്പമെങ്കിലും ഒന്ന് എടുത്ത്, അല്ലെങ്കിൽ വെറുതെ ടപ്പെന്ന് വായിലിടുന്നതിന് പകരം ഒന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, മേ ബി ഒന്ന് കണ്ണിലുമൊക്കെ കാണിച്ച്, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് അതിനെ സമീപിക്കുള്ളൂ. അപ്പോൾ ലഡുവിൽ മാറ്റില്ല, പാക്കറ്റിൽ മാറ്റില്ല, നമ്മൾ മാറിയിട്ടില്ല. വേറെ ഫിസിക്കലി ദർ ഇസ് നോ ചേഞ്ച് ഹാപ്പൻ അല്ലെ. ഫിസിക്കലി ഒരു മാറ്റവും ഇല്ല, കെമിക്കലി ഓൾസോ ഒരു മാറ്റവും ഇല്ല, ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ നമ്മളുടെ ആ ബോധതലത്തിൽ, ജ്ഞാനത്തിന്റെ തലത്തിൽ ഒരു മാറ്റം, അറിവിന്റെ തലത്തിൽ മാറ്റം വന്നപ്പോൾ എന്ത് പറ്റി, അതിനോടുള്ള സമീപനവും അതിനോടുള്ള ദൃഷ്ടി. സോ ഹൗ വി ആർ ലുക്കിംഗ് അറ്റ് ദാറ്റ്, ആ ലഡുവിനെ ഇപ്പൊ നമ്മൾ കാണുന്നത് പ്രസാദമായിട്ട്, വളരെ പരിഭാവനമായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അത് എത്തിക്കാനും ഒരല്പമെങ്കിലും ആ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് അതിനെ കാണും. ഈ ഒരു മാറ്റമാണ് നമുക്ക് ആ വിശ്വരൂപ ദർശനത്തിൽ ഉണ്ടാവുന്നത്. നമുക്ക് എല്ലാത്തിലും ഇപ്പൊ ആ പ്രസാദമായിട്ട് അതിനെ കാണുമ്പോൾ ഉള്ള വ്യത്യാസം, വെറും ഒരു സ്വീറ്റ് ആയിട്ട് കാണുമ്പോഴുള്ള ആ വ്യത്യാസം. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം ഈ ഭഗവാൻ പഠിപ്പിച്ചു തരുന്ന ഈ ഗീതാ സന്ദേശം, ആ ഗീതാ സന്ദേശം എന്നത് എന്താണ്? ഗീതാ സന്ദേശം എന്നുള്ളത് ഉപനിഷത്ത് സാരമാണ് അല്ലെ. ആ ഉപനിഷത്ത് സാരം അറിയുമ്പോൾ നമുക്ക് എവിടെയുള്ള എല്ലാതും വെറും ഒരു മെറ്റീരിയൽ ബീയിങ്സ് ആയിട്ടോ അല്ല, അതിന് പകരം ഭഗവാന്റെ തന്നെ ഇവിടെ സർവ്വതിലും ഈശ്വരീയത കാണാൻ കഴിയും. കഴിയാൻ നമ്മൾ തന്നെ സർവ്വതിലും ഈശ്വരീയത കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം. അപ്പം ഭഗവാനാണ് നമുക്ക് എല്ലാത്തിലും ആ ഇവിടെ ഉള്ളത് സർവ്വതും ഈശ്വരന്റെ തന്നെ വിവിധ നാമരൂപങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, എങ്ങനെ ഒരു സെക്കൻഡ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് സർവ്വതിലും ഈശ്വരനെ കാണണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ആ ഒരു സമീപനം, നമ്മൾ നേരത്തെ പ്രസാദം എന്ന് അറിയുമ്പോൾ നമ്മുടെ സമീപനം മാറുന്നത് പോലെ ഓരോ അനുഭവങ്ങളും നമ്മളിലേക്ക് ഭഗവാൻ എന്താണ് പറഞ്ഞു തരുന്നത്, ഓരോ അനുഭവങ്ങളിൽ കൂടെയും ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കാനുള്ളത്, ഇതിൽ നിന്ന് ഭഗവാൻ എന്നോട് എന്താണ് പറയുന്നത്, ഈ അനുഭവത്തിലൂടെ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സർവ്വതിലും
ഈ ഭഗവാനെ സദാ കാണാൻ. നേരത്തെ നമ്മൾ ആ ഇഷ്ടദേവത സാക്ഷാത്കാരത്തിൽ എന്താണ്, നമ്മൾ ധ്രുവന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഭഗവാൻ വന്നു, ധ്രുവനുമായിട്ട് സംസാരിച്ചു, പിന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമായി. അതേ തന്നെയാണ് ബാക്കി ആരുടെ ഉദാഹരണത്തിലും നമുക്ക് കാണാൻ പറ്റും. ആ തപസ്സിന്റെ അന്ത്യം ഈശ്വരൻ പ്രത്യക്ഷപ്പെടും, അവരോട് ഇന്ററാക്ട് ചെയ്യും, പോകും. പക്ഷെ അപ്പം അത് വന്നു, കണ്ടു, പോയി എന്ന തലത്തില്. പക്ഷെ വിശ്വരൂപ ദർശനത്തിലാവുമ്പോഴോ സദാ സർവദാ എന്നും എവിടെയും എല്ലായ്പ്പോഴും ഭഗവാനെ ദർശിക്കാനും സാധിക്കും. അപ്പം ഭഗവാൻ നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു തന്നു, രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഹോ. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, കാണുന്ന സൂര്യനില്, ചന്ദ്രനില്, ഇതിൽ മുഴുവനും, അതിലെല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ സർവ്വതിലും ഈശ്വരനെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നിത്യവും ആ ഈശ്വരനുമായിട്ടുള്ള കോണ്ടാക്ട്, ഇൻ വാട്ട് എവർ വി ഡു, വി ആർ ഓൾവേസ് ഇന്ററാക്ടിങ് വിത്ത് ഭഗവാൻ. അപ്പം അതെങ്ങനെയാണ് നമ്മളുടെ ആ ദൃഷ്ടിയിലുള്ള ആ മാറ്റത്തിലാണ്. അപ്പം അല്ലാതെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതണം, നമ്മൾ ഈ വിശ്വരൂപം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു എത്രയോ നമ്മൾ ആ ഒരു ശിവകാശി ഡെപ്പിക്ഷൻ ഉണ്ടല്ലോ, കുറേ തലകളും കുറേ കൈകളുമായിട്ടുള്ള ആ ഒരു ആ ഒരു വിഷ്വലൈസേഷൻ അല്ല എന്നത് എല്ലാവരുടെയും എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അപ്പൊ വിശ്വരൂപ ദർശനം എന്ന് വെച്ചാൽ സർവ്വതിലും സദാ സർവദാ ഈശ്വര അസോസിയേഷൻ, ഈശ്വര ബന്ധം, ഈശ്വര പ്രാപ്തി, അത് കാണാനുള്ള ആ ജ്ഞാന ദർശനമാണ് ആ ദിവ്യമായിട്ടുള്ള ആ കണ്ണുകൊണ്ട്. അതിന് ആ ദിവ്യമായിട്ടുള്ള ആ കാഴ്ച, അതാണ് പറഞ്ഞ ആ മൂന്നാമത്തെ കണ്ണുകൊണ്ട് കാണാനുള്ള ആ കഴിവിനെയാണ്. അപ്പം അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് 11ാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം. അത ഏകാദശോऽധ്യായഃ വിശ്വരൂപദർശന യോഗഃ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്ത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അപ്പം അർജുനൻ പറയാണ്. ഓക്കെ, അർജുനൻ ഇപ്പൊ ഇത്രയും നേരം നല്ല കുട്ടിയായിട്ട് കുറെ കാര്യങ്ങളൊക്കെ കേട്ടതല്ലേ. അപ്പൊ ഇവിടെ അർജുനൻ പറയാണ്, ഞാന് ഇതുവരെ പഠിച്ചത്, അപ്പം നമുക്ക് അറിയാം, ഇപ്പൊ 10 അധ്യായങ്ങളില് 1ാമത്തെ അധ്യായം എന്തായിരുന്നു? അർജുന വിഷാദ യോഗം. അവിടെ ഭഗവാൻ ഒന്നും പറയുന്നില്ല, ഭഗവാൻ അർജുനൊന്നും പഠിപ്പിച്ചും കൊടുത്തിട്ടില്ല. 2ാമത്തെ അധ്യായം മുതൽ ഈ 10ാമത്തെ അധ്യായം വരെ അർജുനൻ എന്തൊക്കെ പഠിച്ചുവോ അതെല്ലാം അർജുനൻ ഈ വരുന്ന ഈ 1ാമത്തെയും 2ാമത്തെയും ഈ ശ്ലോകങ്ങളിൽ കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 1ാമത്തെ ശ്ലോകത്തില് അർജുനൻ 2 മുതൽ 6ാമത്തെ അധ്യായം വരെ ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെ സമ്മറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. 1ാമത്തെ അധ്യായത്തിൽ നമുക്ക് അറിയാം, ഭഗവാൻ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ 2ാമത്തെ അധ്യായം മുതലാണ് ഭഗവാന്റെ സന്ദേശം, അതായത് ഗീതാ സന്ദേശം ആരംഭിക്കുന്നത് 2ാമത്തെ അധ്യായത്തിലാണ്. അപ്പം ഈ ജീവസ്വരൂപ വർണ്ണനം, അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഗീത എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ജീവൻ എന്താണ്, നമ്മൾ ഇപ്പം ജീവാത്മ എന്താണ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ സ്വരൂപം എന്താണ് എന്ന്. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ജീവസ്വരൂപം എന്ന് വെച്ചാൽ വെറും ഈ കാണുന്ന ശരീരം അല്ല. അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, വാസാംസി ജീർണാനി, ഇത് വെറും ഒരു വസ്ത്രം മാറുന്നത് പോലെയാണ്. ജീർണമായിട്ടുള്ള വസ്ത്രം അത് മാറുന്ന പോലെയാണ്. നമ്മളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു വസ്ത്രം മാത്രമാണ് മാറ്റുന്നത് പോലെയാണ്, അല്ലാതെ ഈ ശരീരം എന്നുള്ളത് നമ്മളുടെ സ്വരൂപം അല്ല. അതുപോലെ തന്നെ മനസ്സ്, നമ്മുടെ മനസ്സും നമുക്ക് ഒരു ഉപകരണം മാത്രമാണ്. ഈ മനസ്സ് നമുക്ക് 2 തലങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഏത് തലത്തില്? നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ സ്വപ്നത്തിലും, ഈ 2 തലത്തിൽ മാത്രം. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സ് ഇല്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ 2 ഫേസസിൽ നമ്മള്
ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അപ്പൊ ജാഗ്രത സ്വപ്നത്തിലും മാത്രമാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥ. സ്വപ്നത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സുണ്ട്, നമ്മളുടെ എന്തൊക്കെയോ ഉള്ള മനസ്സ് എന്താ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിലും അവിടെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സില്ല. അപ്പൊ നമുക്ക് ഈ മനസ്സ് എന്ന് പറയുന്നതും ടെമ്പററി ആയിട്ട് ഈ രണ്ട് അവസ്ഥയിൽ മാത്രം, അതായത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ ശരീരം എന്നതോ, നമ്മുടെ ശരീരം എന്നത് നമുക്ക് ഈ ലോകത്തിൽ ട്രാൻസാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്നുള്ളത്, സ്വസ്വരൂപം എന്നത് ഇതല്ല. ഇത് രണ്ടും, നമ്മൾ ശരിയായ സ്വരൂപം എന്ന് പറയുന്നത് അത് ശുദ്ധ നിത്യ ചൈതന്യം എന്നതാണ്. ആ ചൈതന്യം എന്നത് ഇറ്റ്സ് നോട്ട് എ പാർട്ട്, പ്രോപ്പർട്ടി ഓർ പ്രോഡക്റ്റ് ഓഫ് ബോഡി. അത് ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് അല്ല, അത് ഇവിടെ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യമാണ്. അത് ഈ ശരീരം നശിച്ചാലും അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ഒരിക്കലും ആ ചൈതന്യം നശിക്കുന്നില്ല. ആ ചൈതന്യമാണ് എൻ്റെ സ്വസ്വരൂപം, യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്നത്. അത് ഭഗവാൻ നമുക്ക് 2-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതൽ 25-ാമത്തെ ശ്ലോകം വരെ വളരെ വിശദമായിട്ട് പറയുന്നു എന്താണെന്ന്. പിന്നെ 3-ാമത്തെ അധ്യായത്തിലാണെങ്കിൽ ഇന്ദ്രിയങ്ങള്, മനസ്സ്, ഇന്ദ്രിയാണി, നമ്മുടെ രഥകൽപ്പന എടുത്ത് ഭഗവാൻ പറഞ്ഞു തന്നു. അപ്പം പിന്നെ 3, 4, 5, 6 അധ്യായങ്ങളിലൊക്കെ അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ ജീവസ്വരൂപം എന്താണ് യഥാർത്ഥത്തിൽ എന്ന്. അപ്പം അർജുനൻ പറയാണ്, ഞാനതെല്ലാം മനസ്സിലാക്കി, എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് വളരെ അതിന് നന്ദിയുണ്ട്. അപ്പോ ഭഗവാൻ പറഞ്ഞ, അർജുനൻ പറയാണ്, മദനുഗ്രഹായ ത്വയാ വചഃ ഉക്തം. മദനുഗ്രഹായ ത്വയാ വചഃ ഉക്തം. അതായത് ഈ ഭഗവാൻ അങ്ങ് പറഞ്ഞു തന്ന ഈ ടീച്ചിങ്സ്, ഈ പാഠങ്ങൾ, വചഃ പറഞ്ഞ വാക്കുകൾ, എന്തിനാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്? ഭഗവാൻ പറഞ്ഞു കൊടുത്തത് മത അനുഗ്രഹമാണ്, എനിക്ക് അനുഗ്രഹമായിട്ടാണ്. എന്തിനാ? അതുവരെയും അർജുനൻ വിഷാദത്തിലായിരുന്നു, ആ വിഷാദത്തിൽ നിന്നും കരകയറ്റാനായിട്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മളുടെ വിഷാദം, നമ്മളുടെ ഡിപ്രഷൻ, നമ്മളുടെ കൺഫ്യൂഷൻസ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് കരകയറാനുള്ള മാർഗമാണ് ഇത്. 10 അധ്യായം വരെയും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അതിന്റെ വിഷാദ യോഗത്തിൽ നിന്നും എനിക്ക് കരകയറാനായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന എന്താണ് ഭഗവാൻ പറഞ്ഞത്? എന്താ ഭഗവാൻ പറഞ്ഞു തന്ന? പരമം വചഃ. ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് പരമമായ ജ്ഞാനമാണ്, പരമമായ വാക്കുകളാണ്, ഏറ്റവും സുപ്രീം ആയിട്ടുള്ള നോളജാണ്. പരമം വചഃ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള നോളജാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സുപ്രീം എന്ന് പറഞ്ഞാൽ? അത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച്, ആത്മസ്വരൂപത്തെ കുറിച്ചാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ആ ആത്മസ്വരൂപത്തെ കുറിച്ചുള്ള ആ ജ്ഞാനം എന്ന് പറയുന്നത് അത് ഗുഹ്യവുമാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നതല്ല, അത് ഗ്രേറ്റസ്റ്റ് സീക്രട്ട് ആണ്, ഗുഹ്യമായിട്ടുള്ള സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇവിടെ ഇറ്റ് ഈസ് അവൈലബിൾ ആണെങ്കിലും അതിനോട് താല്പര്യമുള്ളവർ വളരെ 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 വിരളമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ നോക്കൂ, ഒരു ഭഗവത്ഗീത ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലോകത്തിൽ എത്ര പേരുണ്ടാവും, അതിൽ എത്ര വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ അതിലൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. താല്പര്യം പ്രകടിപ്പിച്ചാൽ തന്നെ അത് മനസ്സിലാക്കുന്നവർ കുറവേ. ഇനി അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരും വളരെ കുറവാണ്. അപ്പൊ ഭഗവാൻ തന്നെ, നമ്മുടെ ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാണാം സഹസ്രേഷു, ഈ എന്താ പറയാ മൾട്ടി ബില്യൺ ആൾക്കാരുള്ളതിൽ സഹസ്രേഷു കശ്ചിത് യഥതി സിദ്ധയെ, അതിൽ കുറച്ച് മനസ്സിലാക്കുന്നവരിന് വളരെ കുറവാണ്. ആ മനസ്സിലാക്കിയവരിൽ തന്നെ യഥതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്യ, ആ സിദ്ധ ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ എന്നെ അറിയുന്നവർ, അത് മനസ്സിൽ വൺ ഹു അസിമുലേറ്റ്സ് ദാറ്റ് വാട്ട് ഐ ആം എക്സാക്ട്ലി, അറിയുന്നവർ വളരെ വളരെ ആ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യര് അത്രമാത്രം ദുർലഭമാണ് ഭഗവാൻ തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് ഈ ജ്ഞാനം ഭഗവാൻ പറഞ്ഞു തന്ന ഈ അറിവെന്ന് പറയുന്നത് അത് ഗുഹ്യമാണ്. ഇറ്റ് ഈസ് അവൈലബിൾ, ബട്ട് ഇറ്റ്സ് ദ റയറസ്റ്റ് ഓഫ് നോളജ്, ബിക്കോസ് ജ്ഞാനം
അസിമുലേറ്റ് ചെയ്യുന്നവർ അത്രമാത്രം ദുർലഭമായിട്ടാണ്. പിന്നെയോ അത് ഈ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ പഠനം, ഈ ലെസൺസ്, ഈ ടീച്ചിങ്, ഇത് അധ്യാത്മ സംഹിതമാണ്. ഇത് എന്തിനെ പറ്റിയിട്ടാണ്? ഇത് ആത്മാവിനെ പറ്റിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് അബൌട്ട് സ്പിരിറ്റ്. ദാറ്റ്സ് ഇറ്റ് സ്പിരിച്വൽ ടീച്ചിങ്. ഇത് ആത്മാവിനെ കുറിച്ചിട്ടുള്ളതാണ്, അല്ലാതെ ഇവിടുത്തെ മെറ്റീരിയൽ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നോളജ് അല്ല. അപ്പം ഈ പറഞ്ഞു തന്ന ഈ ടീച്ചിങ്, ഈ പഠനം, അത് വളരെ ത്വയാ ഉക്തം, ഭഗവാനായി പറഞ്ഞു തന്നത് എനിക്ക്, അത് എൻ്റെ മമ അയം മോഹ വിഗത. ആ പറഞ്ഞു തന്ന ഈ പഠനം കൊണ്ട്, അതിന്റെ മെസ്സേജ് കൊണ്ട്, അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് എന്താ ഉണ്ടായത്? മമ അയം മോഹ വിഗത. എൻ്റെ കൺഫ്യൂഷൻ കുറഞ്ഞു കുറഞ്ഞ് പോകുന്നുണ്ട്. വളരെ വിഷമത്തിൽ അർജുനൻ ഇരുന്നത് അല്ലെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഐ എം ഫെഡ് അപ്പ്, ഞാൻ ഇവിടുന്ന് ഓടിപ്പോവുകയാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇതൊന്നും നേരിടാനുള്ള ശക്തിയില്ല, എൻ്റെ ശരീരം വേപതുഷ്ടുമേ ശരീരം, എനിക്ക് വേർത്ത് കുളിക്കുന്നു, എനിക്കിത് പിടിക്കാനുള്ള അമ്പം വില്ലൊന്നും പിടിക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞാൽ അർജുനൻ അവിടെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആ അർജുനൻ പറയണ എൻ്റെ കൺഫ്യൂഷൻ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. അപ്പൊ ത്വയാ ഉക്തം മമ അയം മോഹ, എൻ്റെ ആ മോഹം എന്ന് പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ, അത് വിഗത, അത് കുറയുന്നു. ആ ഡെല്യൂഷൻ ഈസ് ഗെറ്റിംഗ് ആൻഡ് ഗോയിങ് ഫ്രം മീ, അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതിങ്ങനെ കുറയാൻ കാരണം എന്താണ്? ഭഗവാന്റെ അടുത്ത് കാർപ്പണ്യദോഷവും ഭഗവത സ്വഭാവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു. പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢചേതാഹ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ഭഗവാന് പൂർണ്ണമായിട്ടും എന്നെ ശിഷ്യനാക്കൂ എന്ന് പറഞ്ഞ് പൂർണ്ണമായും അർജുനൻ സറണ്ടർ ചെയ്തു. ആ നിമിഷം മുതലാണ് ഭഗവാൻ അർജുനനെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് അർജുനനിലൂടെ നമുക്കും ഭഗവത്ഗീത എന്ന ജ്ഞാന ഗംഗ ഒഴുക്കി തരുന്നത്. അതിന്റെ റിസൾട്ട്, ഫസ്റ്റ് റിസൾട്ടായിട്ട് ഇപ്പോഴാണ് അർജുനൻ പറയുന്നത് എൻ്റെ കൺഫ്യൂഷനും എൻ്റെ ഡിപ്രഷനും കുറഞ്ഞു വരുന്നു. അപ്പൊ അതുവരെ ഒരു ഭാഗത്ത് അർജുനന്റെ കൺഫ്യൂഷൻ എന്തായിരുന്നു? ഞാൻ എങ്ങനെ എൻ്റെ ഗുരുക്കളെയും ബന്ധുജനങ്ങളെയും കൊല്ലും എന്ന ഒരു വശത്ത്, മറ്റു വശത്തോ എനിക്ക് കിട്ടാനുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിന് നേടാനുള്ളത്, അല്ലെങ്കിൽ അധർമ്മമാണ് ഇവിടെ ചെയ്യുന്നത്, അപ്പൊ അധർമ്മത്തിനെതിരെ പോരാടണം എന്നുള്ളത്. ഇത് രണ്ടും, അതായത് നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സ് ആണ് നമ്മളുടെ പ്രശ്നം അല്ലേ. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇതാണോ അതാണോ ശരി, എന്താണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന അർജുനൻ ഇപ്പം നമ്മുടെ ഭഗവത്ഗീതയുടെ പ്രത്യേകത അതാണ്. അങ്ങനെ നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും ഫിലോസഫിക്കൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അതിന് ഒരേ സമയം അതിനെ ടാർഗറ്റ് ചെയ്ത് ഒരേ സമയം അതിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് വളരെ യുണീക്കായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥമാണ് ഈ ഭഗവത്ഗീത. അതുകൊണ്ട് അർജുനൻ പറയാണ്, എനിക്ക് ഇപ്പം കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കൺഫ്യൂഷൻ എങ്ങനെ നമ്മൾ മോചിതരാകുക? അത് ക്ലാരിറ്റി കൂടുന്നതോടെയാണ് നമ്മൾ കൺഫ്യൂഷൻ നമുക്ക് കുറയാം. ഇനി അടുത്ത ശ്ലോകം ഇതുപോലെ തന്നെ 7, 8, 7, 9, 10 അധ്യായങ്ങളുടെ സമ്മറിയാണ്. അപ്പൊ രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഭവാഭ്യയോ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ തത്വ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. അപ്പം അർജുനൻ തോഴനാണ് ഭഗവാൻ അല്ലെ. അപ്പം ഈ ഭഗവാൻ അർജുനന് ഈ ഗീത ഉപദേശങ്ങള് കൊടുത്തു വരുമ്പോൾ അർജുനനിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഭഗവാനോടുള്ള സമീപനം, നമ്മളുടെ ഒരു കൂട്ടുകാരനോടുള്ള സമീപനത്തിൽ ആ മാറ്റം വരികയാണ്. ആ കൂട്ടുകാരൻ ജസ്റ്റ് നമ്മളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നതിൽ ഉപരി എത്രമാത്രം മാഹാത്മ്യം ഏറിയ ഒരു ഭഗവാൻ തന്നെയാണ് എന്ന് അർജുനന് ബോധ്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഹൗ ഹി അഡ്രസ്സസ് ഭഗവാനെ എങ്ങനെ വിളിക്കുന്നു എന്ന പദങ്ങളൊക്കെ ഇവിടെ അങ്ങനെ മാറിക്കൊണ്ട് വരികയാണ്. അതൊക്കെ നമുക്ക് ഓരോന്നിലും കാണാൻ പറ്റും.
അപ്പം ഭഗവാൻ അർജുനൻ അതുവരെയും ആ, ശ്രീകൃഷ്ണനെ ഒരു ആ ജഗത് ഗുരുവായിട്ട് കാണുന്നില്ല. പക്ഷെ ഈ ഈ തലത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ പറയുക, വളരെ വളരെ മനോഹരമായിട്ട് വാക്കുകൾ കൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത് തന്നെ. ഓക്കെ, കമലപത്രാക്ഷ, കമലപത്രാക്ഷ. ഇപ്പൊ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കണ്ടാൽ തന്നെ അറിയാം ഭഗവാന്റെ കണ്ണുകൾ എന്താ, എങ്ങനെയാണ് കണ്ണ്. കമലപത്രം, കമലം എന്ന് വെച്ചാൽ ലോട്ടസ് അല്ലെ, താമര. താമര പൂവിന്റെ ഇതള് കമല. അപ്പൊ താമരപ്പൂവിന്റെ ഇതള് പോലെയുള്ള കണ്ണത്രയും ഭംഗിയാർന്ന കണ്ണുകളോട് കൂടിയവനെ. ഇതിപ്പോ ആ കണ്ണ് എന്ന് പറയുന്നത് ജസ്റ്റ് ഔട്ട്വേർഡ് ബ്യൂട്ടി മാത്രമല്ല, ആ ഇൻവേർഡ് ബ്യൂട്ടിയും കൂടെ പറയുന്നു. നമ്മള് ഗീതാ ശ്ലോക ഗീതാ ധ്യാന ശ്ലോകങ്ങളിൽ തന്നെ അങ്ങനെയല്ലേ തുടങ്ങുന്നത്? ഇങ്ങനെ തുടങ്ങുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുക. കുറച്ച് കൊല്ലങ്ങളായി നമ്മൾ ഇതൊക്കെ തുടങ്ങിയിട്ട്. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര. കേട്ടോ, ഫുല്ലാരവിന്ദായത പത്രനേത്ര. അരവിന്ദായത, അരവിന്ദത്തിന്റെ വളരെ ബ്ലൂംഡ് ആയിട്ടുള്ള അരവിന്ദത്തിന്റെ പത്രം, അതുപോലുള്ള കണ്ണോട് കൂടിയവനെ. അപ്പം ഭഗവാനെ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിളിക്കുകയാണ്. അപ്പം ആ ഈശ്വര നമുക്കറിയാം, ഭഗവാൻ തന്നെ 7 മുതൽ 10 വരെ അധ്യായത്തില് പിന്നെ എന്താണ് നമ്മൾ ജീവസ്വരൂപം കഴിഞ്ഞിട്ട് 7 to 10 അധ്യായങ്ങളിൽ പറയുന്നത് ഈ ഈശ്വര സ്വരൂപമാണ്. നമുക്ക് ഈശ്വരൻ എന്നതിന്റെ ഡെഫിനിഷൻ ഭഗവാൻ പറഞ്ഞു തന്നു. ഈ ജഗത് കാരണം, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഈശ്വരൻ എന്നുള്ളത്. ഈശ്വരൻ എന്നുള്ളത് ജഗത് കാരണം. ജഗത് കാരണം ഇപ്പൊ എന്തിന്റെയും കാരണം എന്നുള്ളത് നമുക്കറിയാം 2 തലത്തിലാണ് കാരണം. ഒന്ന്, എന്ത് ഉണ്ടാക്കണമെങ്കിലും അതിന്റെ മെറ്റീരിയൽ കോസും അതിന്റെ ഇന്റലക്ച്വൽ കോസും രണ്ടും വേണ്ടേ? അപ്പം അത് രണ്ടും ബോത്ത്. ഭഗവാൻ എന്ന് വെച്ചാൽ ആ ഈശ്വര സുപ്രീം ലോർഡ് എന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ കാരണമാണ്. ആ പ്രപഞ്ചത്തിന്റെ കാരണം. സോ ബോത്ത്, ഭഗവാൻ ഈസ് ബോത്ത് പരാശക്തി ആൻഡ് അപരാശക്തി. അപ്പൊ പരയും അപരയും ഭഗവാൻ തന്നെയാണ്. ബോത്ത് മെറ്റീരിയൽ ആസ് വെൽ ആസ് ദ ഇന്റലിജന്റ് കോസ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്ത് ഉണ്ടാകുന്നതും ഇവിടെ നിലനിൽക്കുന്നതും, ഉണ്ടാകുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിൽക്കുന്നതും ഭഗവാനിലാണ്, ലയമായിട്ട് ചേരുന്നതും ഭഗവാനിലേക്ക് തന്നെയാണ്. അപ്പൊ സൃഷ്ടി സ്ഥിതി ലയ കാരണം, മൂന്നിന്റെയും കാരണം. സൃഷ്ടി സ്ഥിതി ലയ കാരണം എന്ന് വെച്ചാൽ ആ ഉപാദാന കാരണം എന്നാ പറയാം. അത് മൂന്നും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അർജുനനോട് പറയാണ്, അതുകൊണ്ട് ഭൂതാനാം ത്വത്തഃ ഭവ അവ്യയോ. അപ്പം ഭവഹ, ഭവഹ എന്ന് വെച്ചാൽ ഉൽപ്പത്തി, അതായത് ഭവിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ്. ഓക്കെ, ആ സൃഷ്ടിയുടെ സോഴ്സ്. അപ്യഹ പറഞ്ഞാൽ, അപ്യഹ എന്ന് വെച്ചാൽ അതിന്റെ ലയം. അപ്പം ഭവഹ എന്ന് വെച്ചാൽ ആ സൃഷ്ടി, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് ഭവഹ. അതേപോലെ അപ്യഹ എന്ന് പറഞ്ഞാൽ ആ ലയം, അതിന്റെ പ്രലയം, അവസാനിക്കുന്ന ലയം. അപ്പോ നമ്മളിവിടെ നമ്മൾ കൂട്ടിച്ചേർക്കണം. ഭവഹ എന്ന് പറഞ്ഞ ഉൽപ്പത്തിയും അപ്യഹ എന്ന് പറഞ്ഞാൽ ലയവുമായി. അപ്പൊ സ്ഥിതി പറയുന്നില്ല, ദാറ്റ് വി ഹാവ് ടു ആഡ്, നമ്മൾക്ക് അവിടെ കൂട്ടിച്ചേർക്കണം. അപ്പൊ സ്ഥിതിയുടെ, അപ്പൊ സൃഷ്ടി സ്ഥിതി ലയവും ആരാണ് എന്തിന്റെ? ഇവിടെ ഉണ്ടായ എല്ലാത്തിന്റെയും. ഭൂതാനാം സൃഷ്ടി സ്ഥിതി ലയം. ഓക്കെ, ഭൂതാനാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായതെല്ലാം എന്ന് പറഞ്ഞാൽ ലിവിങ്, നോൺ ലിവിങ്, ചര അചര. ഇവിടെ മൂവിങ്, നോൺ മൂവിങ് ആയിട്ട് എല്ലാം തന്നെ. അപ്പം ആ ചര അചരാത്മകം ജഗത്ത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും, അപ്പൊ ഭൂതാനം എന്ന് പറഞ്ഞാൽ സർവ്വതിന്റെയും, ദ ഹോൾ ക്രിയേഷൻ, അതാണ് തത്വതഃ. അത് ത്വത്തഃ. ത്വത്തഃ എന്ന് വെച്ചാൽ അത് യു ഓൺലി. ത്വം എന്ന് പറഞ്ഞാൽ യു ഓൺലി. ത്വത്തഃ, യു ആർ ദ വെരി കോസ് ഓഫ് സൃഷ്ടി സ്ഥിതി ആൻഡ് ലയം. യു ആർ ദി ആധാരം, യു ആർ ദി ആശ്രയം. ഭഗവാൻ മാത്രമാണ് ഇതിന്റെ എല്ലാം ആശ്രയം. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പം ഒരു അല എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു സാഗരത്തില് ഒരു സമുദ്രത്തില് ഒരു തിരമാല. സമുദ്രത്തിലെ തിരമാല എന്ന് പറയുന്നത് ആ തിരമാല ആ സമുദ്രത്തിൽ നിന്നുണ്ടാകുന്നു, ആ സമുദ്രത്തിൽ തന്നെ അത് ലയിക്കുന്നു. അപ്പം സമുദ്രത്തിൽ നിന്നുണ്ടായി അല്പസമയം ആ തിരമാലയായി നിന്ന് ആ സമുദ്രത്തിൽ തന്നെ ചേരുന്ന പോലെ ഇവിടെ എല്ലാം. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ നമ്മളെ ഓരോരുത്തരും ഇവിടെ ഉണ്ടായ ഓരോന്നും
ആ ഭഗവാനായ സമുദ്രം, ഭഗവാനെ സമുദ്രമായിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഉണ്ടായ ഓരോന്നും ഒരു അല മാത്രമാണ്, ഒരു തിരമാലയാണ്. ചില തിരമാലകൾ വളരെ ചെറുതായിരിക്കും, ചില തിരമാലകൾ വളരെ വലുതായിരിക്കും. തിരമാലകളുടെ ഫോം, ഷേപ്പ് മാത്രം മാറും. ചില തിരമാലകൾ കൂടി ചേർന്ന് സുനാമിയാവും, അതിന്റെ ഷേപ്പും വെയിറ്റും ഹൈറ്റും ഒക്കെ ഒന്ന് മാറും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭഗവാനായ സമുദ്രത്തിലെ ഓരോരോ തിരമാലയോ അല്ലെങ്കിൽ അലയോ മാത്രമാണ് ഇവിടെ ഉണ്ടായ ഓരോന്നും എല്ലാതും അത് മാത്രമാണ്. അപ്പം നമ്മളുടെ ശങ്കരാചാര്യര് ആത്മബോധത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഗാലക്സി, ഇവിടുത്തെ ഓരോ ഗാലക്സി എന്ന് പറയുന്ന ഭഗവാൻ എന്നുള്ള ഒരു സമുദ്രത്തിന്റെ വെറും ഒരു പോളയാണ്, നീർപ്പോള, ജസ്റ്റ് ബബിളാണ്, ജസ്റ്റ് ഒരു ബബിളാണ്. ഭഗവാൻ എന്നുള്ള സമുദ്രത്തിന്റെ വെറും ഒരു ബബിളാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ഈശ്വരൻ ഇത്രമാത്രം അനന്തമാണ് എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പം അപ്പൊ അർജുനൻ പറയാണ്, ഞാനപ്പം ഈ ഭഗവാൻ എന്താണ് എന്നുള്ളത് ഞാൻ മുഴുവനും വളരെ ക്ലിയർ ആയിട്ട് ശ്രുതാവും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടു. ശ്രുതാവും പറഞ്ഞാൽ അറിയാം നമുക്ക്, ശ്രോതവ്യ ഞാൻ കേട്ടു, ശ്രുതവും. അപ്പോ അത് ഭഗവാൻ എങ്ങനെ പഠിപ്പിച്ചത്? ഭഗവാൻ പഠിപ്പിച്ചത് വിസ്തരശ്ച. ഭഗവാൻ നമുക്കറിയാം, ഭഗവാൻ ഇത്രയും ഇത് കാര്യങ്ങൾ വിസ്തരിച്ചിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ശ്രുത വിസ്തരിച്ചത്. നമ്മൾ ഇപ്പൊ ഉപനിഷത്തൊക്കെ എടുക്കുകയാണെങ്കിൽ പല വലിയ സൃഷ്ടിയുടെ തലം പോലും വളരെ കുറച്ച് ശ്ലോകത്തിലാണ് ഒരു സൃഷ്ടിയുടെ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഉപനിഷത്ത് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഉപനിഷത്ത് ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ അതിന് അധികാരി, അതായത് ഉപനിഷത്തൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു ശിഷ്യന്മാര് അത്ര പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാണ്. അവരെ ഉത്തമ അധികാരി എന്നാ പറയാം. പക്ഷെ ഇവിടെ അർജുനനിലൂടെ നമ്മളൊക്കെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അർജുനനെ ഒരു മധ്യമ അധികാരി, ഒരു മിഡിൽ സ്റ്റേജ് അധികാരി എന്നുള്ള സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് എടുത്തുകൊണ്ട് വളരെ വിസ്തരിച്ചിട്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ശരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 7ാമത്തെ അധ്യായം 9ാമത്തെ അധ്യായം ശരിക്കും ഒരു റെപ്പിറ്റേഷൻ ആണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ ഇപ്പൊ നിങ്ങളൊക്കെ അല്ല, നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. എന്നെ പോലുള്ള ആൾക്കാർക്ക് പിന്നെയും പറഞ്ഞാലാണ് അറിയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി ആണ് ഭഗവാൻ പലപ്പോഴും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, മാഹാത്മ്യം അവ്യയം. അപ്പൊ ഭഗവാന്റെ മാഹാത്മ്യം ഇപ്പൊ 10ാം അധ്യായത്തിൽ മുഴുവനും ഭഗവത് വിഭൂതി എന്ന് വെച്ചാൽ മാഹാത്മ്യം അല്ലേ. ആ മാഹാത്മ്യം അത് അവ്യയമാണ്. അവ്യയം എന്ന് വെച്ചാൽ ലിമിറ്റ്ലെസ്, എൻഡ്ലെസ് ആണ്. മാഹാത്മ്യം, അവ്യയമായിട്ടുള്ള മാഹാത്മ്യങ്ങള്, അത് ഭഗവാന്റെ മാഹാത്മ്യം വളരെ വിസ്തരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു. എനിക്ക് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഏകരൂപ ഈശ്വരന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ, ഏകരൂപത്തിലാവുമ്പോൾ അത് ആ മഹാത്മ്യം വളരെ വ്യയമാണ്, അത് ലിമിറ്റഡ് ആണ്. അത് വെച്ചാൽ അതിന്റെ നെയിം, ഫോം, എവറിത്തിങ് ഈസ് ലിമിറ്റഡ്. ഏകരൂപം. വിശ്വരൂപത്തിലാവുമ്പോഴോ അത് അവ്യയമാണ്. അതെനിക്ക് മുമ്പത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു തന്നുവല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മള് 1ാമത്തെ ശ്ലോകത്തില് ജീവസ്വരൂപം, പിന്നെ ഈശ്വര സ്വരൂപം, അപ്പം ഈശ്വര മഹാത്മ്യം അഥവാ വിഭൂതി, ഇതെല്ലാം ഞാൻ കേട്ടു. അത് കേട്ടു, ഭഗവാൻ പറഞ്ഞു തന്നെ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി. അപ്പം അത് മനസ്സിലായി എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? മനസ്സിലായി എന്നുള്ളതിന്റെ തെളിവാണ് എൻ്റെ കൺഫ്യൂഷൻ, എൻ്റെ ഡിപ്രഷൻ വളരെ കുറഞ്ഞു. എനിക്ക് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. മുഴുവൻ ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭഗവാൻ ഓക്കെ ശരി ബൈ പറഞ്ഞിട്ട് യുദ്ധം ചെയ്തോ പറയാം, അപ്പൊ ആയിട്ടില്ല. അപ്പൊ എനിക്ക് ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞാൽ 18ാമത്തെ അധ്യായത്തില് എപ്പോൾ അർജുനൻ പറയണു നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ്വ എന്ന് പറഞ്ഞിട്ട് ഓൾ മൈ കൺഫ്യൂഷൻസ് ആർ ഓവർ. ഓക്കെ, എനിക്ക് ശരിയായിട്ടുള്ള സ്മൃതി, എന്റെ ബോധം തെളിഞ്ഞു എന്ന് പറയണ അതോടുകൂടി ഭഗവാൻ സ്റ്റോപ്സ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻഡ് ഓഫ് ഗീത. അപ്പൊ ഇപ്പൊ അതായിട്ടില്ല. അപ്പൊ 11ാമത്തെ അധ്യായത്തില് പറഞ്ഞ എനിക്ക് ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോ ഇനി എന്താണ് നമ്മുടെ അർജുനന്റെ അടുത്ത റിക്വസ്റ്റ് എന്ന് 3ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. ഏവമേതദ്യഥാ തത്ത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. അപ്പൊ ഇവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്
പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാക്കുകളാണ്, അവിടെയാണ് ഭഗവാനെ വിളിക്കുന്നത്, അഡ്രസ് ചെയ്യുന്നത്. പരമേശ്വര, പുരുഷോത്തമ. അപ്പം എന്ന് വെച്ചാൽ പരമേശ്വര എന്ന് വെച്ചാൽ സുപ്രീം ലോർഡ്. ആ പരമേശ്വര എന്ന ഇതില് ആ സുപ്രീം ലോർഡിന്റെ സ്ഥിതി തത്വത്തെ, നമ്മളെ ഈ സൃഷ്ടി തത്വത്തെ അല്ല, പരമേശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൺട്രോളർ എന്നുള്ള ആ സ്ഥിതി തത്വത്തെയാണ്, ഹു ഈസ് സസ്റ്റൈനിങ് തത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ സ്ഥിതി തത്വത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ വളരെ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ആ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആ തത്വത്തെയാണ് പരമേശ്വരൻ. പുരുഷോത്തമ എന്ന് പറഞ്ഞാല്, പുരുഷോത്തമ എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഈ സുപ്രീം ലോർഡ് അല്ലെ, ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ അവസ്ഥ. അതാ പുരുഷോത്തമ തത്വം എന്താണെന്നുള്ളത് നമുക്കൊരു 15ാമത്തെ അധ്യായത്തില് ഭഗവാൻ ടോട്ടലി പുരുഷോത്തമ യോഗം, അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്കത് കാണാം. അവിടെ പുരുഷോത്തമ എന്ന് വെച്ചാൽ നിർഗുണ ബ്രഹ്മനായിട്ട് ഭഗവാൻ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സുപ്രീം ലോർഡ് എന്ന് മാത്രം എടുത്താൽ മതി. അപ്പൊ ബേസിക്കലി നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല്, പരമേശ്വരൻ എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ജനറലി എന്താണ് മഹാദേവനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ പുരുഷോത്തമൻ എന്നുകൊണ്ട് അധികവും മഹാവിഷ്ണുവിനെയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള അഭേദത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വ്യാസഭഗവാൻ. അതുകൊണ്ടാണ് രണ്ടും ഒന്ന് തന്നെയാണ്, ആ ഹരിയും ഹരനും ഒന്ന് തന്നെ എന്നാണ് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. വ്യത്യാസം കാണരുത്. അപ്പം ഈ പുരുഷോത്തമ പരമേശ്വര എന്നാണ്. അപ്പൊ കൃഷ്ണ ഏതത് യഥാത്വം ആത്മയേവ. അപ്പം എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതെല്ലാം എനിക്ക് മുഴുവനുമായിട്ടും വളരെ മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലേ ഭഗവാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഭഗവാനാണ് പ്രപഞ്ച കാരണം. ഈ പ്രപഞ്ചം എന്നുള്ളത് ആ കാരണത്തിന്റെ ഇഫക്റ്റ് ആണ്. ഭഗവാൻ ഇസ് ദ കോസ് ഓഫ് ദ ക്രിയേഷൻ ആൻഡ് വേൾഡ് ഇസ് ദ ഇഫക്റ്റ്. അപ്പം ആൻഡ് ദ ഇഫക്റ്റ് can never be separate from the cause. അപ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്തോളൂ, the effect can never be separate from the cause. അതുകൊണ്ട് ഈ പ്രപഞ്ചം cannot be separate from Lord. ഇത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്. അതെനിക്ക് ഈസി ആയിട്ട് എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. അതെനിക്ക് യാതൊരു എതിർപ്പോ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം ആത്മാനം, അപ്പം ഈ പറഞ്ഞു തരുന്നത് എന്തിനെ കുറിച്ചാണ്? ഭഗവാൻ പറഞ്ഞു തരുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണ്. ആത്മാനം, യു ആർ ടോക്കിംഗ് അബൌട്ട് യു. ആത്മാനം എന്നുവെച്ചാൽ ഭഗവാൻ തന്നെയാണ് പരമാത്മ തത്വം. അപ്പം ഭഗവത്ഗീതയില് നമ്മള് കൃഷ്ണനെ ഒരു ദേവത ആയിട്ടല്ല, ഭഗവാൻ ഇവിടെ പരമാത്മ സ്വരൂപമായിട്ടാണ് അർജുനന് ഈ തത്വം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവിടെ പരമാത്മാവായ ശ്രീകൃഷ്ണനായിട്ടാണ് വേണം നമ്മൾ എപ്പോഴും കാണാൻ. അപ്പം ഇനിയിപ്പോ എന്താ അർജുനന്റെ പ്രശ്നം എന്താണ്? അപ്പൊ എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കാര്യമാണ് പറയുന്നത് അർജുനൻ ഇവിടെ. ഓക്കെ, അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ദൈവീകമാണ്, ഈശ്വര ചൈതന്യമാണ്, എല്ലാം ഭഗവാന്റെ തന്നെയാണ്. ഇവിടെ ഈശ്വരൻ്റെതല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഓൾ ദിസ് ആർ വെരി ക്ലിയർ. ഇവിടെ എല്ലാത്തിനും എവറിഥിങ് ഡിസേർവ്സ് വർഷിപ്പ്. എല്ലാത്തിനെയും നമ്മൾ പൂജനീയമാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. ബട്ട് നമ്മൾ ഓരോരുത്തരും ഞാൻ പല ഘട്ടങ്ങളിലും ഈ ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അവസരം വരുമ്പോൾ എൻ്റെ രാഗദ്വേഷമൊക്കെ പൊങ്ങി വരുന്നു. ഇത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പൊ അർജുനന്റെ കാര്യമാണ് അത് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവരിതിങ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷേ ഞാൻ ഇവിടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസസ് വരുമ്പോൾ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോഴാണെങ്കിലും അതേ, ലോകത്തെ എനിക്ക് അനുഭവങ്ങൾ വരുമ്പോഴാകട്ടെ, ആ സമയത്ത് എനിക്ക് എൻ്റെ രാഗദ്വേഷങ്ങളാണ് എനിക്ക് മുന്നോട്ട് നിൽക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, എനിക്ക് ഇഷ്ടമല്ലാത്തത് ഉണ്ടായാൽ, അപ്പം എനിക്ക് ഇതൊന്നും അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് വ്യക്തിത്വത്തിൽ നമ്മുടെ ഡോമിനന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇന്റലക്ച്വൽ എബിലിറ്റിയും ഒന്ന് ഇമോഷണൽ കേപ്പബിലിറ്റിയും അല്ലേ. നമ്മുടെ ഇന്റലക്ച്വൽ പേഴ്സണാലിറ്റിന്റെ ഇമോഷണൽ പേഴ്സണാലിറ്റി. നമുക്ക് ഇന്റലക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും അറിയാത്ത പ്രശ്നമില്ല. പക്ഷെ ഇമോഷണലി വരുമ്പോൾ നമ്മൾ ഒരു ഫെയിലിയർ ആയിട്ട് മാറുകയാണ് നമുക്ക്. അപ്പം
ഇത് രണ്ടും തമ്മിൽ മാച്ചായി പോകുന്നില്ല. ഇന്റലക്ച്വൽ പേഴ്സണാലിറ്റി, ഇമോഷണൽ പേഴ്സണാലിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വെരി ക്ലിയർ, ഈ ഒരു ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഇമോഷണലി അത് വരുന്ന കാര്യസമയത്ത് എനിക്കത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിന് ഭഗവാൻ തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ എന്തെല്ലാം അപ്പം ഇപ്പൊ ഉദാഹരണത്തിന് പറയണേ, നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോയി നമുക്കൊരു വളരെ ശാന്തമായിട്ട് തോന്നുന്നു, അല്ല നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ആ സമയത്ത് നമുക്ക് ഒരു ആനന്ദകരമായിട്ട് ഒരു മനസ്സ് ശാന്തമായിട്ട് കാമായിട്ടുള്ള അവസ്ഥയുണ്ട്. പക്ഷേ അതിൽ നിന്നും നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് ടു സ്ക്വയർ വണ്ണിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ്. അപ്പം പക്ഷെ എനിക്ക് എന്താ വേണ്ട, അർജുനൻ പറയാണ്, ആ തലത്തിൽ മാത്രമല്ല, എൻ്റെ ഡേ ടു ഡേ ഇന്ററാക്ഷൻസ് എന്നുള്ള തലത്തിലും എനിക്ക് അതേ കാംനെസ്സും അതേ ആനന്ദവും കിട്ടണം. അവിടെയും എനിക്ക് ഭഗവാനുമായിട്ടുള്ള ആ സംസർഗം എനിക്ക് അപ്പോഴും ഉണ്ടാവണം. അപ്പൊ അത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് പറഞ്ഞു തരൂ. തേ ഐശ്വര്യം രൂപം ദൃഷ്ടും ഇച്ഛ. അപ്പൊ തേ ഐശ്വര്യം രൂപം ദൃഷ്ടും ഇച്ഛ. എനിക്ക് ആ ഭഗവാന്റെ ആ വിശ്വരൂപം സദാ എനിക്ക് ഞാനുമായിട്ട് കോണ്ടാക്റ്റിൽ വേണം, അത് കാണണം എന്നാണ് എനിക്ക് എൻ്റെ ഇച്ഛ, എൻ്റെ ഇഷ്ടം. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാം ദൈവികമാണ്. നമുക്ക് ദൈവികമല്ലാത്തെന്ന് പറഞ്ഞാൽ സെക്യുലർ എന്നാണ് വാക്ക് ഉപയോഗിക്കുക. അപ്പൊ ആ സെക്യുലർ അല്ലാത്ത ഒന്നുമില്ല. നമുക്ക് എവറിത്തിങ്, നമുക്കൊരു കുറെ കാര്യങ്ങൾ സെക്യുലർ, അതായത് ദൈവികമല്ലാത്തത് ന്യൂട്രൽ, ബാക്കി കുറെ കാര്യങ്ങൾ മാത്രം ദൈവികം. അങ്ങനെ നമുക്ക് സനാതന ധർമ്മികൾക്കില്ല. സോ നമുക്ക് എല്ലാം പൂജനീയമാണ്. നമ്മൾ ചെയ്യുന്ന സർവ്വതും പൂജയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും പൂജയാണ്. തമാശക്ക് പറയുകയാണെങ്കിൽ അത് പേറ്റ് പൂജ എന്ന് പറയും. അങ്ങനെ അതല്ല. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പൂജയാണ്, നമ്മൾ സ്നാനം നമുക്ക് പൂജയാണ്, നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് നമുക്ക് പൂജയാണ്, നമ്മൾ കുക്ക് ചെയ്യുന്നത് പൂജയാണ്, സർവ്വതും നമ്മളെ സംബന്ധിച്ച് പൂജയാണ്. പക്ഷെ അതെല്ലാം നമുക്ക് സർവ്വതും സദാ നമുക്ക് പൂജയായി ദൈവികമായി തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ സദാ ഈശ്വരൻ സമ്പർക്കവുമായിട്ട് ഇരുന്നാലേ പറ്റുള്ളൂ. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, എനിക്ക് എങ്ങനെ ആ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റും എന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.